എന്തൊക്കെ പറയുന്നു? സുഖമാണോ? അപ്പോൾ നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ സെഡോണയിൽ നിന്ന് തിരിച്ച് ടെക്സാസിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ നാളെ UK പോകുന്നു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. UK ചെല്ലുന്ന വരെ ഈ വീഡിയോ കാണും. അപ്പോൾ വീഡിയോ കാണുന്നു. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ജസ്റ്റ് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ വില്ലേജും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നടത്തും ലോക്കലായിട്ട്. അതാണ് പരിപാടി. അത് കഴിഞ്ഞ് നേരെ എയർപോർട്ട്. ഈ കാണുന്നതൊക്കെ സെഡോണ വില്ലേജിലെ നേറ്റീവ്സിൻ്റെ ആർട്ട് വർക്കുകളും അല്ലാതെ കുറേ എക്സിബിഷൻസൊക്കെയാണ്. സണ്ണ് വരുമ്പോഴത്തേക്ക് റിഫ്ലക്ട് ചെയ്തു. ദിസ് ഈസ് കോൾഡ് സൺ ക്യാച്ചേഴ്സ്. ഡ്രീം ക്യാച്ചർ പോലെ സൺ ക്യാച്ചർ. സണ്ണ് വരുമ്പോൾ ഇത് തിളങ്ങും. നമുക്കവിടെ സണ്ണില്ല, അതുകൊണ്ടാണ് മേടിച്ച കാര്യം. ഇതെല്ലാം തന്നെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസും അതുപോലെ കുറേ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഈ അവസാനം കയറിയ ഷോപ്പിനകത്താണെങ്കിലോ കൂടുതലും ഇന്ത്യൻ ഐറ്റംസ് ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹങ്ങളും സാരീസ്, ചുരിദാർ അങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങളിത് ഇപ്പോൾ അടുത്ത ലൊക്കേഷനായ ഹിൽ സൈഡ് സെഡോണ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഗായ്സ് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഇത് ഞങ്ങൾ ലൈവായിട്ടൊരു പുള്ളി വരച്ച് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് എത്തിയത്. അടിപൊളിയല്ലേ? അത് ഞാൻ പറഞ്ഞു വരച്ചാന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. ഇതിന് മുമ്പ് ഇതിന് ഫോട്ടോ എടുത്തപ്പോൾ ആ പുള്ളിക്കാരി വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തിട്ട് പറയുക പുള്ളിക്കാരുടെ ഹസ്ബൻഡ് വരച്ച് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൈസ്. സെഡോണ ഞങ്ങൾ തിരിച്ചു വരും. മൂഡ് സെഡോണ ഞങ്ങൾ തിരിച്ചു പോകും, വീണ്ടും വരും. ഒന്നും പറയാനില്ല. നെക്സ്റ്റ് അമേരിക്കൻ ട്രിപ്പിൽ ഞാൻ ന്യൂയോർക്കൊക്കെ പ്ലാൻ ഇട്ടായി. പക്ഷേ സെഡോണ ഒന്നും കൂടെ വന്ന് 2 ദിവസം വന്നിട്ട് ബാക്കി പിടിക്കാനുള്ളൂ. നമ്മൾ അടുത്തൊരു ഷോപ്പിംഗ് ക്രാഫ്റ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഉണ്ട്, പക്കായി പിടിച്ചോ. ഇത് ഡ്രീം ക്യാച്ചർ അല്ലല്ലോ, ഇത് മറ്റേ ട്രീ അല്ലേ? നൈസ് അല്ലേ? വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ സാധനം നമുക്ക് എല്ലാം മേടിക്കാൻ അതുപോലെ രസമാണ്. ഇതിലെവിടെ ഇല്ല. ഫുഡെല്ലാം പിടിക്കാം. ബാ, ഞങ്ങൾ അവസാനത്തെ ഓട്ടത്തിലായതുകൊണ്ട് സമയമില്ല കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് പോവുകയാണ്. അക്കോടാ ഞാൻ പയ്യല്. ഇതൊരു ആർട്ടിസ്റ്റിക് സിറ്റി, ഒരു ടൗൺ, വേറെ ലെവല്, ഒന്നും പറയാനില്ല. ഞാൻ വണ്ടി ഇറങ്ങിയപ്പോഴാണ് കണ്ടായിരുന്നത്. നമ്മൾ കാണല്ലേ ഇതുണ്ടല്ലോ ഗൈസ്, നമ്മൾ അന്ന് വിംബർലി പോയ ആ റിസോർട്ടിലുണ്ടായിരുന്ന അതേ സ്റ്റാച്ചു അവിടെ ഇരിപ്പുണ്ട്. അതാണ് നമ്മൾ കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഈ നഗരത്തോട് ഞങ്ങൾ യാത്ര പറയുകയാണ്. പല രാജ്യങ്ങളിൽ പല സ്ഥലത്തും പോയതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നായി ഈ സെഡോണ മാറിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും പറഞ്ഞത് അടുത്ത ഞങ്ങളുടെ അമേരിക്കൻ ട്രിപ്പിന് ആദ്യമേ സെഡോണയിൽ വെച്ച് കണ്ടുമുട്ടാം എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഈ പ്രകൃതിയുടെ അത്ഭുത നഗരത്തോട് യാത്ര പറയുകയാണ്. 15 വർഷത്തെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒത്തിരി നല്ല ഓർമ്മകൾ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റി. പുതിയ നല്ല ഓർമ്മകളുമായി
ഈ നഗരത്തോട് ബൈ ബൈ. നമ്മളുടെ ഫീനിക്സ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. തിരിച്ച് ഹൂസ്റ്റണിലോട്ട് പോകുന്ന വഴിയാണ്. എല്ലാവരും മുഖത്തിനും പ്ലാനയുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നാ സുഖമായിരുന്നല്ലോ കുറച്ച് ദിവസം, അടിപൊളിയായിരുന്നു. ഇനി തിരിച്ച് പണിക്കൊക്കെ കയറണം. ഇതൊക്കെ ഓർത്ത് എല്ലാവരും സങ്കടത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് നാളെ രാവിലെ പോകും. ഞാൻ ഇവിടെ ചെല്ലുന്നു, അടുത്ത പെട്ടി കെട്ടുന്നു, പോകുന്നു. എലി നമ്മൾ തിരിച്ചു പോവാട്ടോ. നമ്മൾ തിരിച്ച് ഹൂസ്റ്റണിലോട്ട് പോവാ. ആമ്മയുടെ വീട്ടിൽ പോവാ. എന്നാ ട്രിപ്പ് കയറുന്നത് എല്ലാം പറയണ്ടോ? ഈ അവസരത്തിൽ സല്യൂട്ട് സല്യൂട്ട് ഒന്ന് വിശകലനം ചെയ്യാവോ ട്രിപ്പിനെ കുറിച്ച്? ഏപ്രിൽ 25-ാം തീയതി തുടങ്ങിയ പരിപാടിയാ. 10-16 ദിവസമായിട്ടുള്ള പരിപാടിയാ. പ്രിൻസാനി സല്യൂട്ട് വേണോ? പ്രിൻസാനിക്ക് ഹരായി സല്യൂട്ട്. എന്നാ മേടിച്ചേക്കാം. നാളെ തൊട്ട് വിൻസിന് വേണ്ടി ശാന്തതായിരിക്കും കേട്ടോ. നാളെ തൊട്ട് ഒച്ചയും പോളൊന്നും ഉണ്ടാക്കിയല്ല. നാളെ തൊട്ട് നിങ്ങൾ വേണ്ടി ശാന്തയാവും. എന്താ കുഴപ്പമുണ്ടോ? നാളെ ഇന്ന് ഞാൻ 2 വീഡിയോ എടുത്താ. ഇടക്കിടക്ക് കണ്ടാൽ മതി. പ്രിൻസാനി മെയിനാണ്. ഡിയർ കയറിയാണ് ഗൈസ്. ബൈ ബൈ സെഡോണ, ബൈ ബൈ അരിസോണ, ബൈ ബൈ ഫിനിക്സ്, ബൈ ബൈ. സെഡോണ ഞങ്ങൾ വീണ്ടും വരുന്നു. സെഡോണ ഹൂസ്റ്റൺ എയർപോർട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നാളെ രാവിലെ ഇവിടെ തന്നെ തിരിച്ചു വരേണ്ടതാണ്. ഞങ്ങളിവിടെ കിടന്നാലും ആലോചിക്കുക. നീ പോയിട്ട് വീട്ടിനെ പെട്ടി കിടന്നു. ഞാൻ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 1 മണിയൊക്കെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ നിന്ന് എത്തിയതേ വന്ന് കിടന്നത് പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് രാവിലെ പോകാൻ സെറ്റായി ഞങ്ങൾ ഇറങ്ങുവാണ്. ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഏമേ പോവല്ലേ? റെഡിയല്ലേ? 2-2.5 ആഴ്ച ഞങ്ങളിതില് നെക്സ്റ്റ് ഇയർ എവിടെ പോണേ? ഞങ്ങൾ പോവുകയാണ് ഗൈസ്. പോവാണ്. വെക്കേഷൻ കഴിഞ്ഞ് അങ്ങനെ അമേരിക്ക വന്നിട്ട് എനിക്ക് നാട് മിസ് ചെയ്തില്ല. എന്താ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എനിക്ക് നാട്ടിൽ പോകുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ട ചിലരിൽ കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി വിസയുണ്ട്. 10 വർഷത്തെ വിസ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. പിന്നെന്താ, ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ ഇനിയും വരും. എയർപോർട്ടിൻ്റെ അടുത്ത് എത്തുന്നതോറും ഒരു സുഖമില്ല മനസ്സിന്. തിരിച്ച് ജോലിക്ക് കയറണം ഒന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമല്ല, നമ്മുടെ ഫാമിലി പോലെയാണല്ലോ എല്ലാവരും. അപ്പോൾ എല്ലാവരെയൊക്കെ വിട്ടു പോകുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഇനി അടുത്തൊരു വർഷത്തിനുള്ളിൽ വീണ്ടും കാണുമായിരിക്കും എല്ലാവരും കൂടി. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാനുകൾ. ഇപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണമെന്നേ ഗൈസ്. ഞങ്ങൾ എയർപോർട്ടിലെത്തി. ചെക്കിങ് ക്യൂ ഉണ്ടോ? എൻ്റെ തന്നെ ഞങ്ങളിവിടെ 3 മണിക്കൂർ മുമ്പ് എത്തിയതാ. എന്നിട്ടുള്ള ക്യൂവാ. പ്രയോറിറ്റി പോലും ഇല്ല ഗൈസ്. എത്രത്തോളം ക്യൂ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അവിടെ നിൽക്കുന്ന അത്രയും ക്യൂ നിന്നാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഫൈനലി 49-50 മിനിറ്റോളം ക്യൂ ആയി നമ്മൾ വെയിറ്റ് ചെയ്തത്. ഇനി ക്യൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാം ബാക്കി കാര്യം. ഓക്കെ ബൈ ബൈ. ഒരു കാര്യം മാത്രം ക്യൂ നിന്നതിൽ ഗുണമുണ്ടായി. പ്രയോറിറ്റി ബോർഡിങ് കിട്ടി പിള്ളേരുള്ളതുകൊണ്ട്. ബാക്കിയെല്ലാം ക്യൂ ആയിരുന്നു.
എലിയുടെ വീട്ടിൽ പോവാണോ? എലിയുടെ വീട് എവിടെയാ? ആണോ? അപ്പൊ ആമി എന്തി? ആമി തന്നെ നിക്കോ? ശരി, എന്നാ ചെയ്യും? എലി ഇനി എങ്ങനെയാ ആമീനെ കാണുന്നേ? എങ്ങനെയാ കാണുന്നേ? ഇനി എൽസി ചേച്ചിനെ കാണണം അല്ലേ? ഓക്കെ. അപ്പത്തേക്ക് ഞങ്ങള് ഫ്ലൈറ്റ് കയറി ഇരിക്കുകയാണ്. തിരിച്ചു പോവാണ്. വെക്കേഷൻ ഇസ് ഓവർ. തിരിച്ചു പോവുകയാണ് ഞങ്ങൾ. തിരിച്ചു പോവുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആംസ്റ്റർഡാം എത്തിയിരിക്കുന്നു. ആംസ്റ്റർഡാമിൽ നിന്ന് ഒരു മണിക്കൂർ കൂടി നമ്മുടെ വീട്ടിലേക്കുള്ള ഫ്ലൈറ്റുള്ളൂ. നല്ല ഓർക്കക്ഷനുണ്ട് എൻ്റെ അമ്മയെ. ഞങ്ങൾ ആംസ്റ്റർഡാമിൽ ലാൻഡ് ചെയ്തു. അവിടുന്ന് അടുത്ത നമ്മുടെ അങ്ങോട്ടുള്ള ഡയറക്ഷനുള്ള ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മട്ടത്ത് കിളി പോയി എല്ലാവരുടെയും. സമയം വിഷയമാണ്. അവിടെ ഇപ്പോൾ ഇവിടെ രാവിലെ 9 മണി. ഞങ്ങൾ വന്നിടത്ത് സമയം ഒരു 1:30 വെളുപ്പിന്. കിളി പോവുക. ഈ ഫ്ലൈറ്റ് കൊള്ളാം. കുട്ടി ഫ്ലൈറ്റ്, പക്ഷേ നല്ല സ്പേസും ഉണ്ട്. ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഈ പ്രാവശ്യം എല്ലാ പ്രശ്നം സംഭവിക്കുന്ന പോലെ ഒരു പെട്ടി പൊട്ടുകയും ചെയ്ത്, ഒരു പെട്ടി മിസ്സാവുകയും ചെയ്ത്. അങ്ങോട്ട് കൊണ്ടുപോയ ആള് തന്നെ ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ബോയ് അപ്പം കഴിച്ചേ നമ്മുടെ അമേരിക്കൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. പറഞ്ഞല്ലോ, ഒരു പെട്ടി പൊട്ടിപ്പോയി, ഒരു പെട്ടി മിസ്സായി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് പൊട്ടിയ പെട്ടിയുടെ ക്ലെയിമും കിട്ടി. നമുക്ക് നല്ലൊരു അടിപൊളി പെട്ടി അവർ തിരിച്ചു തന്നു. മിസ്സായ പെട്ടി നമുക്ക് 5 ദിവസം കഴിഞ്ഞാണ് അതിനെക്കുറിച്ചൊരു വിവരം കിട്ടിയത്. അങ്ങനെ ആ പെട്ടിയും വന്നു. അങ്ങനെ നമ്മുടെ ട്രിപ്പെല്ലാം ഫിനിഷായി. വളരെ എന്താ പറയുക, സങ്കടമുണ്ട്, പക്ഷെ അടിപൊളിയായിരുന്നു. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസുകളാണ് അമേരിക്ക. എല്ലാവരും പറ്റുന്നവരൊക്കെ പോയി കാണുക. അപ്പോൾ ഞങ്ങൾക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ പോയ സ്ഥലത്തെ മാക്സിമം നല്ല ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോസ് എത്താമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ ബൈ.